Hello dear friends, welcome to one more session with Stage Kerala. അപ്പോൾ നമ്മൾ ഇന്ന് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ കണ്ടിന്യൂ ചെയ്യാം അല്ലേ. ഇതിൻ്റെ അകത്ത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതാണ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഡിവിഷൻ ഇൻറ്റു ഗ്രൂപ്പുകളാക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ആദ്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, പിന്നെ ഇതിനായിട്ടുള്ള ജനറൽ ഫോർമുല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, സോ ദാറ്റ് യു ക്യാൻ അപ്ലൈ ഇറ്റ് വേർ എവർ റിക്വയർഡ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ചോദ്യത്തിൽ നിന്ന് ഇതിനെ ഒന്ന് മനസ്സിലാക്കാം. ചോദ്യം ഇതാണ്: the number of ways in which two teams can be made each of two players from four players. അപ്പൊ 4 പ്ലേയേഴ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ അകത്ത് നിന്ന് 2 പേരുടെ ഗ്രൂപ്പുകൾ നമുക്ക് ഉണ്ടാക്കണം. അപ്പൊ നമുക്ക് ടീമുകളെ എ എന്നും ബി എന്നും വിളിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ പ്ലേയേഴ്സിന്റെ പേര് നമുക്ക് ABCD എന്നാണെങ്കിൽ, ഇപ്പൊ ഞാൻ എ വെച്ചുള്ള എല്ലാ കോമ്പിനേഷനും എയും ബിയും ഒരു ടീമിൽ എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അപ്പുറത്തെ ടീമിൽ സിയും ഡിയും വരണം. എയും സിയും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ബിയും ഡിയും വരും. എയും ഡിയും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സിയും ബിയും വരും. ഇങ്ങനെ ടീമായി അല്ലെ. ഇത്രയല്ലേ ഉള്ളൂ പോസിബിൾ ആയിട്ടുള്ള ടീംസ് എന്ന് പറയുന്നത്. ഇത്രയും രീതിയിലല്ലേ നമുക്ക് ടീംസിനെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഈ 2 ടീമും വന്നു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട്, ഇത് വന്നു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി, ഇത് വന്നാൽ ഇത് ഓട്ടോമാറ്റിക്കലി, എന്നാൽ ഇത് ഓട്ടോമാറ്റിക്കലി. ഓക്കെ, കാര്യം പിടിയിട്ടല്ലോ. സോ ഇങ്ങനെ നമുക്ക് ടീംസിനെ ഉണ്ടാക്കാം. ഇതിപ്പോ നിങ്ങൾ ഓർക്കും, ഇവിടെ ഇപ്പുറത്ത് സിയും ഡിയും ഇവിടെ വന്നിട്ട് ഇവിടെ എയും ബിയും രണ്ടും ഒന്നല്ലേ. നമ്മൾ ടീമിനെ ഉണ്ടാക്കുമല്ലേ, ടീമിൽ ആരൊക്കെ ഉണ്ടെന്നല്ലേ ഇമ്പോർട്ടന്റ്. ആരെ ഇടത്തെ ഏത് ടീം ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നു റൈറ്റ് സൈഡിൽ നിൽക്കുന്നു ഇമ്പോർട്ടന്റ് അല്ലല്ലോ. നിങ്ങൾ ഓർക്കുമായിരിക്കും ഈ സിയും ഡിയും ഇവിടെ വരാമല്ലോ, ബിയും ഡിയും ഇവിടെ വന്നിട്ട് എയും സിയും ഇവിടെ പോകാമല്ലോ, സിയും ബിയും ഇവിടെ വന്നിട്ട് എയും ഡിയും ഇവിടെ വരാമല്ലോ. പക്ഷെ ഇതെല്ലാം ഒരേ സാധനമായിട്ട് വരും, റെപ്പറ്റീഷൻ വരുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് നമുക്ക് മനസ്സിലായത് 4 പേരിൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി 2 പേര് അപ്പുറത്ത് വരുന്നുണ്ട്. അന്നേരം 4C2 അല്ല, ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ വരുന്നുണ്ട്. 2 പേര് സെയിം ആയിട്ടുള്ള ഡിവിഷൻ വരുന്നത് കൊണ്ട് തന്നെ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ എന്ന് പറയും. അതായത് 4C2 എന്ന് പറഞ്ഞാൽ 4 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ അല്ലേ, ഇൻറ്റു 2 ഫാക്ടോറിയൽ എന്നുള്ള ഒരു കളി വരും. ഈ ഇൻറ്റു 2 ഫാക്ടോറിയൽ എക്സ്ട്രാ വരുന്നത് എന്തുകൊണ്ടാണ്? സെയിം ആയിട്ടുള്ള നമ്പർ ഓഫ് പ്ലേയേഴ്സ് സെയിം ആയിട്ടുള്ള ഗ്രൂപ്പുകൾ ആയതുകൊണ്ടാണ് നമുക്കിവിടെ എക്സ്ട്രാ 2 ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ ഇതേ കാര്യം തന്നെ 3 പേരെ തന്നിട്ട് 2 ടീം ആക്കിയിട്ട് ഒരാളുള്ള ടീമും 2 ആളുള്ള ടീമുമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ ഇതേ ലോജിക്ക് തന്നെ ഇവിടെ എത്ര പേരെ തന്നിട്ടുണ്ടോ അതിന്റെ ഫാക്ടോറിയൽ എടുക്കുക. കാര്യം ഞാൻ ഈ ഒരു ലോജിക്കിൽ നിന്ന് ജനറൽ ഫോർമുലയിലേക്ക് എത്തുവാണ്. ആദ്യത്തെ ടീമിൽ എത്ര പേരുണ്ട്? ഒരാളുണ്ട്, അതുകൊണ്ട് 1 ഫാക്ടോറിയൽ. രണ്ടാമത്തെ ടീമിൽ എത്ര പേരുണ്ട്? 2 ഫാക്ടോറിയൽ. ഈ 2 ടീമുകളിൽ ഏതെങ്കിലും സെയിം നമ്പർ ഓഫ് പ്ലേയേഴ്സ് വരുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ 3 ഫാക്ടോറിയൽ ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ എന്ന് മാത്രം നമ്മൾ ചെയ്താൽ. ഇവിടെ എന്താ സംഭവിച്ചത്? 4 പേരുണ്ടായിരുന്നു, അതുകൊണ്ട് 4 ഫാക്ടോറിയൽ. ഓരോ ടീമിലും 2 ഫാക്ടോറിയൽ ആളുകൾ വെച്ച് 2 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ അത് ചെയ്തല്ലോ. പക്ഷേ ഇവിടെ സെയിം നമ്പർ ഓഫ് പ്ലേയേഴ്സ് ഉള്ള ടീം എത്ര വരുന്നു അത്രയും ഫാക്ടോറിയൽ കൊണ്ടുവന്ന് ഡിവൈഡ് ആണ്. 2 സെയിം നമ്പർ ഉള്ള ടീമുകൾ വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ചെയ്യണം. ഇപ്പൊ ഇതേ ചോദ്യം തന്നെ 4 പേരുള്ളതിനെ നമുക്ക് ഒരാളുള്ള ഒരു ടീമും 3 പേരുള്ള വേറൊരു ടീമും ആക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് players factorial divided by number of players in first team factorial into second team factorial. ഇതിന്റെ അകത്ത് എവിടെയെങ്കിലും റെപ്പറ്റീഷൻ വരുന്നുണ്ടോ? ഒന്നും വരുന്നില്ല. So the answer will become 4 factorial by 1 factorial into 3 factorial എന്നുള്ളൊരു ഉത്തരം ഈസി ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ ജനറൽ ഫോർമുല നമ്മൾ എത്ര ചെയ്യുന്നത്? നമ്പർ ഓഫ് ഗ്രൂപ്സ് which can be formed as total elements factorial divided by element in first group factorial into elements in second group factorial into elements in third group etc into elements in nth group factorial into എന്താ ചെയ്യേണ്ടത്? into 1 divided by number of repetitions factorial. 1 divided by number of repetitions factorial. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചെയ്യാം. ചോദ്യം ഇതാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്: number of ways in which we can form
groups of two, we can form two groups of equal elements from 6 elements. അപ്പൊ നമുക്ക് 6 പേര് തന്നിട്ടുണ്ട്, അതിന്റെ അകത്തുനിന്ന് 2 ഗ്രൂപ്പ് ഉണ്ടാക്കണം ഈക്വൽ എലമെന്റ്സ് ഉള്ള. 6 പേരെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത 3 പേരുള്ള ഗ്രൂപ്പ്സ് അല്ലേ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? 6 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ. കഴിഞ്ഞോ? ഇല്ല. ഈ 3 ഫാക്ടോറിയൽ 2 പേര് സെയിം ആയിട്ടുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് വരുന്നതുകൊണ്ട് ഇൻറ്റു 2 ഫാക്ടോറിയലും കൂടെ ചെയ്യണം. So this will be the answer. 6 factorial by 3 factorial into 3 factorial into 2 factorial. കാര്യം പിടികിട്ടിയല്ലോ? ഇതാണ് നമ്മൾ ഡിവൈഡിങ് ഇൻറ്റു ഗ്രൂപ്പ്സിന്റെ ലോജിക്ക്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം എന്നാണ് number of ways in which 6 toys can be distributed, divided അല്ല ഇവിടെ, distributed equally between Ram, Shyam and Ghanshyam. റാമിനും ഷ്യാമിനും ഘൻശ്യാമിനും ഈക്വലി നമുക്ക് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം? ഇപ്പൊ നിങ്ങൾക്ക് 6 എണ്ണം ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ 3 പേർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഡിവിഷൻ തന്നെയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ഡിവിഷൻ. ഇതിനെ എത്ര രീതിയിൽ 3 പേർക്ക് ഡിവൈഡ് ചെയ്യാം? 6 ഫാക്ടോറിയൽ ഈക്വലി ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഓരോരുത്തർക്കും 2 വെച്ച് കൊടുക്കണ്ടേ? 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഇതിന്റെ അകത്ത് 3 പേരും സെയിം ആയതുകൊണ്ട് ഇൻറ്റു എത്ര സെയിം ഗ്രൂപ്പ് വരുന്നത്? ഫസ്റ്റ് സെയിം ഗ്രൂപ്പ്, സെക്കൻഡ്, തേർഡ്, 3 സെയിം ഗ്രൂപ്പ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് ഇൻറ്റു 3 ഫാക്ടോറിയൽ നമ്മൾ ചെയ്തു. കഴിഞ്ഞോ? ഇവിടെ ഡിവിഷനേ നടന്നിട്ടുള്ളൂ. ഈ ഡിവൈഡ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഓർക്കാം, ഇതിനെ ഗ്രൂപ്പുകളാക്കി 3 കവറിലാക്കി വെച്ചേക്കുക. ഈ 3 കവറിനെ റാമിനും ഷ്യാമിനും ഘൻശ്യാമിനും നമുക്ക് എത്ര രീതിയിൽ കൊടുക്കാം? 3 ഫാക്ടോറിയൽ രീതിയിൽ നമുക്ക് ഇതിൽ 3 പേർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൂടെ? അപ്പൊ ഇതുവരെ ചെയ്തത് നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചു, അതിനെ 3 പേർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന രീതി 3 ഫാക്ടോറിയൽ രീതി. കാര്യം പിടികിട്ടിയോ? വളരെ മനോഹരമായിട്ടുള്ള ഒരു ചോദ്യമാണിത്. ഓക്കെ, വണ്ടർഫുൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം, number of ways in which 30 jawans can be divided into 3 equal groups. ജവാൻ എന്ന് പറയുന്ന പട്ടാളക്കാരെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് 30 soldiers can be divided into 3 equal groups. ടോട്ടൽ 30 ആൾക്കാരുണ്ട്, 30 ഫാക്ടോറിയൽ. അതിനെ 3 ഈക്വൽ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ ഓരോ ഗ്രൂപ്പിലും 10 പേര് വെച്ചല്ലേ വേണ്ട? അന്നേരം ഫസ്റ്റ് 10 ഫാക്ടോറിയൽ, രണ്ടാമത്തെ ഗ്രൂപ്പിൽ 10, മൂന്നാമത്തെ ഗ്രൂപ്പിൽ 10 ഫാക്ടോറിയൽ ഇൻറ്റു, ഇനി എന്താണ്? ഡിവിഷൻ ആണ്, ഡിസ്ട്രിബ്യൂഷൻ അല്ല, ഡിവിഷൻ ആണ്. ഇൻറ്റു 3 സെയിം നമ്പർ എലമെന്റ്സ് ഉള്ള ഗ്രൂപ്പ്സിലെ, സോ ഇൻറ്റു 1/3 ഫാക്ടോറിയൽ എന്ന് കിട്ടും. So the answer will become 30 factorial by 10 factorial into 10 factorial into 10 factorial into 1/3 factorial. ഇതേ ചോദ്യത്തെ ഞാനൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ജവാൻസ് ഡിവിഷൻ അല്ല, can be deputed into 3 different territories. 3 ഡിഫറെന്റ് സ്ഥലങ്ങളിലേക്ക് ഈ ഗ്രൂപ്പുകളെ എങ്ങനെ ഡിവൈഡ് ചെയ്യാം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, ഡെപ്യൂട്ട് ചെയ്യാം, അവരെ അയക്കുകയാണ്. അപ്പൊ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് നേരത്തെ പോലെ തന്നെ ഡിവിഷൻ ആണ്. 30 ഫാക്ടോറിയൽ ബൈ 10 ഫാക്ടോറിയൽ ഇൻറ്റു 10 ഫാക്ടോറിയൽ ഇൻറ്റു 10 ഫാക്ടോറിയൽ ഇൻറ്റു 3 സെയിം ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് ഇൻറ്റു 1/3 ഫാക്ടോറിയൽ. ഇവരെ ഇനി നമ്മൾ 3 ഡിഫറെന്റ് ടെറിട്ടോറിയൽസിലേക്ക് 3 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തതിനെ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അന്ന് എത്ര രീതിയിൽ കൊടുക്കാൻ പറ്റും? 3 ഫാക്ടോറിയൽ രീതിയിൽ. സോ ഇൻറ്റു 3 ഫാക്ടോറിയൽ വരും. ഇതൊന്നും വെട്ടിപ്പോയി. സോ എഫക്റ്റീവ്ലി ദി ആൻസർ വിൽ ജസ്റ്റ് ബി 30 ഫാക്ടോറിയൽ ബൈ 10 ഫാക്ടോറിയൽ ഇൻറ്റു 10 ഫാക്ടോറിയൽ ഇൻറ്റു 10 ഫാക്ടോറിയൽ എന്നുള്ള മനോഹരമായിട്ടുള്ളൊരു ഉത്തരത്തിലേക്ക് നമ്മൾക്ക് എത്താനായിട്ട് സാധിക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. number of ways in which 200 people can be divided into 100 couples. 100 couples. ഒരു കപ്പിളിൽ എത്ര പേരുണ്ട്? 2 പേരുണ്ട്. അത്തരം 2 പേരുടെ 100 ഗ്രൂപ്പ് ആയിട്ടാണ് നമ്മൾ ഇവിടെ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. കാര്യം പിടികിട്ടിയോ? 200 പേരെ 100 couples ആയിട്ട് എത്ര രീതിയിൽ ചെയ്യാം? ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് 200 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ഗ്രൂപ്പിലെ 2 ആളുകൾ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു എത്ര? 2 ഫാക്ടോറിയൽ. ടോട്ടൽ 100 പേര്.
അല്ലെ? ഇൻറ്റു എത്ര ഇങ്ങനെ റിപ്പീറ്റഡ് ഗ്രൂപ്പ്സ് ഉണ്ട്? 100 റിപ്പീറ്റഡ് ഗ്രൂപ്പ്സ് ഉള്ളതുകൊണ്ട് ഇൻറ്റു 1/100 ഫാക്ടോറിയൽ. ഇത് എത്ര വരുന്നത്? 200 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ എത്ര പ്രാവശ്യം? n പ്രാവശ്യം, ദാറ്റ് ഇസ് 100 പ്രാവശ്യം അല്ലെ? 2 ഫാക്ടോറിയൽ റേസ് ടു 100 ഇൻറ്റു 1/100 ഫാക്ടോറിയൽ എന്നുള്ളൊരു ഉത്തരത്തിലേക്ക് നമ്മൾ എത്തുന്നതായിട്ട് കാണാൻ പറ്റും. 200 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ റേസ് ടു 100 ഇൻറ്റു 1/100 ഫാക്ടോറിയൽ. കാര്യം പിടിയിട്ടല്ലോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇത്. ഓക്കെ, ഓക്കെ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, അടുത്ത വളരെ ഇൻട്രസ്റ്റിംഗ് ചോദ്യമാണ്. 6 different books are to be distributed among Ram, Shyam and Ghanshyam if each child gets at least one, then number of ways of doing it. ഇതിൽ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? 6 ബുക്സിനെ 3 പേർക്ക് എത്ര രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം? 1 1 4 എന്ന രീതിയിൽ ചെയ്യാം, 2 2 2 എന്നുള്ള രീതിയിൽ ചെയ്യാം, 1 2 3 എന്നുള്ളത് ചെയ്യാം. 0 0 6 എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി ആണോ? അല്ല. കാര്യം എന്താണ്? അറ്റ്ലീസ്റ്റ് 1 0 വരുന്നത് ഒരു പോസിബിലിറ്റി അല്ല, എല്ലാവർക്കും ഒരെണ്ണം എങ്കിലും വേണം. അപ്പൊ ഇങ്ങനത്തെ 3 പോസിബിലിറ്റി അല്ലേ നമുക്കുള്ളത്? ഈ 3 പോസിബിലിറ്റിയെ നമുക്ക് കൺസിഡർ ചെയ്യണം. ആദ്യത്തെ പോസിബിലിറ്റി ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? 6 ഫാക്ടോറിയൽ ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ. ഇതിന്റെ അത് റിപ്പീറ്റഡ് ഗ്രൂപ്പ്സ് ഏതാണ്? 1 ഫാക്ടോറിയൽ ഉള്ള, അതായത് 2 റിപ്പീറ്റഡ് ഗ്രൂപ്പ്സ് ഉണ്ട്. സോ ഇൻറ്റു 2 ഫാക്ടോറിയൽ ചെയ്യും. ഇത് നമ്മൾ ഡിവൈഡ് ചെയ്തതേ ഉള്ളൂ. ഡിവൈഡ് ചെയ്തിട്ട് ഇത് 3 പേർക്ക്, ഇത് റാമിന്, ഇത് ശ്യാമിന്, ഇത് ഘൻശ്യാമിനാകാം, അല്ലെങ്കിൽ ശ്യാമിന് റാമിന് ഘൻശ്യാമിനാകാം. അങ്ങനത്തെ രീതിയിൽ മാറി വരാമല്ലോ. അപ്പൊ അതിനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇൻറ്റു 3 ഫാക്ടോറിയൽ രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഓർ അടുത്തത് ഈ കേസിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 6 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. 3 സിമിലർ ഗ്രൂപ്പ്സ് ഉണ്ട്. സോ ഇൻറ്റു 1/3 ഫാക്ടോറിയൽ ഇൻറ്റു ഇന്റേണൽ അറേഞ്ച്മെന്റ് ഡിസ്ട്രിബ്യൂഷൻ 3 ഫാക്ടോറിയൽ രീതിയിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ വരെ ഡിവൈഡ് ചെയ്തു 2 2 ആയിട്ടുള്ള ഗ്രൂപ്പുകളിൽ, അതിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. ഇനി അവസാനമായിട്ട് ഈ കേസിൽ എന്താ ചെയ്യുന്നത്? 6 ഫാക്ടോറിയൽ ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു, അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഇൻറ്റു 3 ഫാക്ടോറിയൽ. ഇവിടെ താഴെയൊന്നും വേണ്ട, കാരണം റെപ്പിറ്റീഷൻ ഒന്നും വരുന്നില്ല. അപ്പൊ ഇതായിരിക്കണ്ടേ നമ്മുടെ ശരി ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, കാര്യം പിടിയിട്ടല്ലോ? ഓക്കെ, വണ്ടർഫുൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് കടന്നാലോ? അടുത്തൊരു ചോദ്യത്തിലേക്ക്. ചോദ്യം ഇതാണ്. ഇൻ എ ജീപ്പ് there are 6 seats, 3 in front and 3 in back. 6 persons of different height. 6 persons of different height are to be seated so that one in front is shorter than the one directly behind him. Directly behind him ആയിട്ടുള്ളവരിൽ നിന്ന് ഡിഫറെന്റ് ആയിരിക്കണം എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പൊ നമുക്ക് 6 പേരുണ്ട്. 1 2 3 4 5 6 6 പേര് ഡിഫറെന്റ് ഹൈറ്റ് ഉള്ള 6 പേരുണ്ട്. അവരെ നമുക്ക് കാറിൽ ഇരുത്തണം. കാറിൽ എത്ര സീറ്റ് ഉണ്ട്? 6 സീറ്റ് ഉണ്ട് കാറിൽ, അല്ലെ? 6 സീറ്റ് ഉണ്ട് കാറിൽ. അതിൽ നമ്മൾ ആളുകളെ എങ്ങനെ ഇരുത്താം എന്ന് നമുക്ക് നോക്കണം. ഇരുത്തുന്ന രീതിയിൽ എന്താണ്? ഫ്രണ്ടിലിരിക്കുന്ന ആള് പിന്നിലിരിക്കുന്നതിനെക്കാട്ടിലും ചെറുതായിരിക്കണം പൊക്കത്തില്. അപ്പൊ ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിന് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ആദ്യത്തെ രീതി എന്ന് പറയുന്നത്, ഈ 6 സീറ്റിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 6 പേരിൽ ഏതെങ്കിലും 2 പേരെ എടുക്കാം. ഇവരെ എടുക്കാം. ഓക്കെ, സീറ്റിന് ഇമ്പോർട്ടൻസ് ഇല്ലല്ലോ. ഒറ്റ കാര്യത്തിൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഫ്രണ്ടിൽ ഇരിക്കുന്ന ആള് പിന്നിലിരിക്കുന്ന ആളെക്കാട്ടിലും വലുതായിരിക്കണം.
പിന്നിലിരിക്കുന്ന ആൾ ഫ്രണ്ടിലിരിക്കുന്ന ആളെക്കാട്ടിലും വലുതായിരിക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് 6 പേരിൽ നിന്ന് ആ 2 പേരെ സെലക്ട് ചെയ്തു. അവരെ കൊണ്ട് എത്ര രീതിയിൽ വെക്കും? ഇവിടെ എവിടെയെങ്കിലും ആദ്യത്തെ ആൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അയാൾ ഇവിടെ, മറ്റേ ആൾ ഇവിടെ വരണം, ഒരൊറ്റ രീതിയിൽ കൊണ്ടുവെക്കും. മനസ്സിലായോ? ഫോളോഡ് ബൈ ദാറ്റ് ബാക്കി എത്ര പേരുണ്ട്? 2 പേരുണ്ട്, 4 പേരുണ്ട്. അവിടെ നിന്നും 2 പേരെ എടുത്തു. ഇതിൽ രണ്ടിൽ എവിടെയെങ്കിലും കൊണ്ടുവെക്കാം. എത്ര രീതിയിൽ? ഒരൊറ്റ രീതിയിൽ. അഗെയിൻ ബാക്കി എത്ര പേരുണ്ട്? 2 പേരുണ്ട്, 2 സീറ്റ് ഉണ്ട്, അവരെ കൊണ്ട് ഒറ്റ രീതിയിൽ കൊണ്ടുവെക്കാം. സോ ദി ആൻസർ വിൽ ബിക്കം 6C2 into 1 into 4C2 into 1 into 2C2 into 1. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണിത്. നമ്മൾ ഇന്റർവ്യൂ റിലേറ്റഡ് ചോദ്യത്തിലും, അമ്മയും കൊച്ചുങ്ങളും തമ്മിലുള്ള ഇന്റർവ്യൂ റിലേറ്റഡ് ചോദ്യത്തിലും നമ്മൾ ഇതേ കാര്യം തന്നെയാണ് ചെയ്തത്. കാര്യം പിടികിട്ടിയോ? ആദ്യം നമ്മൾ 6 പേരിൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്തു. അവിടെ കൊണ്ട് സീറ്റിൽ എത്ര രീതിയിലൊക്കെ? ഒറ്റ രീതിയിൽ. ആ സെലക്ട് ചെയ്ത 2 പേരിൽ ആരാണോ നീളം കൂടുതലുള്ളവൻ അവൻ പിറകിലിരിക്കണം, മറ്റവൻ മുന്നിലിരിക്കണം. ഓക്കെ. വീണ്ടും അടുത്ത 4 പേരിൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്തു, അവിടെ കൊണ്ടുവച്ചു. അടുത്ത 2 പേരിൽ നിന്ന് 2 പേരെ ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്തു, അവിടെ കൊണ്ടുവച്ചു. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ ഏത് 2 പേരെ സെലക്ട് ചെയ്താലും ഒരാൾ വലിയവനും മറ്റേവൻ ചെറിയവനും ആയിരിക്കുമല്ലോ. ആ രീതിയിൽ കൊണ്ടങ്ങ് അറേഞ്ച് ചെയ്ത് വെക്കണമെന്നേ ഉള്ളൂ, വേറെ കാര്യം ഒന്നും തന്നെ ഇല്ല. അപ്പം കാര്യം പിടികിട്ടിയാലോ? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. ഓക്കെ. അപ്പോൾ നമുക്ക് ഡിവിഷനും ഡിസ്ട്രിബ്യൂഷനും റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇവിടോട്ട് തീരുകയാണ്. ഇനി നമുക്ക് കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇനിയും വരുന്നുണ്ട്. അതുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. സർക്കുലർ പെർമ്യൂട്ടേഷൻ ഒന്നും നമ്മൾ എത്തിയിട്ട് പോലുമില്ല. അതെല്ലാം തന്നെ നമ്മൾ ചെയ്ത് മുന്നോട്ട് നല്ല രീതിയിൽ പോകുന്നതായിരിക്കും. സോ വി വിൽ മീറ്റ് അഗെയിൻ. അണ്ടിൽ ദെൻ, ബൈ ബൈ, ഹാവ് എ നൈസ് ടൈം.